ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2000 SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂവെയറുണ്ടായി. തിരുവനന്തപുരത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് രാവിലെ 10:30 ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലെത്തി. അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായിട്ടായിരുന്നു കോടതി നടപടികൾ. ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. 14 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടത്. തന്നെ കുടുക്കിയതെന്നായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ആരാണ് കുടുക്കിയത്? കോടതിയിൽ നിന്ന് പുറത്തിറക്കി വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂവെയറുണ്ടായി. BJP അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു എസ് പണിക്കറാണ് ചെരുപ്പെറിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഇനി ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും കാണാതായ 2 കേസുകളിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.